എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നതേ നമ്മുടെ വെള്ളംകുളങ്ങരയുടെ മാലിപ്പുരയിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ വെള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വഴി അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇത് നമ്മുടെ കരയുടെ വെള്ളമാണ്. അപ്പൊ അപ്പാപ്പയും മാമന്മാരും ഒക്കെ അകത്ത് ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇതെന്റെ അനിയത്തിമാരാണ്. ഇതിന്റെ പുറകെ നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോകാം. ഇതെപ്പോ അമരത്തി വെക്കുന്നത് ഇത് അമരത്തി വെക്കും. നമ്മുടെ വള്ളത്തിന്റെ അമരഭാഗം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അമര മണ്ടക്കിരിക്കും. അത് പിന്നെ പൊക്കി വെച്ചേക്കുന്നതുകൊണ്ട് പക്ഷെ വെള്ളത്തിൽ വെക്കുമ്പോ താഴും. ഇപ്പൊ നമ്മുടെ വള്ളമാണ്. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് അടുത്ത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ തൊട്ടിട്ട് ഒന്നുമില്ല. പക്ഷെ ഇത് നമ്മുടെ സ്വന്തം വെള്ളത്തിൽ തന്നെ ഞാൻ തൊട്ട് അതുപോലെ തന്നെ അടുത്ത് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ വെള്ളി. അപ്പൊ ഇതാണ് നമ്മുടെ വെള്ളംകുളങ്ങരയുടെ സ്വന്തം പൊന്നുണ്ണിയായ നമ്മുടെ വെള്ളംകുളങ്ങര ചുണ്ടൻ. അപ്പൊ നമ്മുടെ വെള്ളിയിലായിരുന്നു ഫസ്റ്റ് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ആണെങ്കിൽ നെഹ്റു ട്രോഫി അടിച്ചത്. അപ്പൊ ഈ ഭാഗമാണ് നമ്മുടെ അമരത്തി കൊണ്ട് വെക്കാനുള്ളതാണ്. അവിടെ അപ്പൊ ഇത് നമ്മുടെ വള്ളത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആണ്. അപ്പോൾ അതിലുപരി നമ്മുടെ വാർഡ് മെമ്പറും കൂടിയാണ്. അപ്പൊ നമ്മുടെ വള്ളത്തിന്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. ഒന്ന് പരിചയപ്പെടാം. ഞാൻ വെള്ളംകുള വള്ളത്തിന്റെ പ്രസിഡന്റ് ജയകൃഷ്ണൻ. നമ്മൾ നവംബർ മാസം 18-ാം തീയതിയാണ് വള്ളത്തിന്റെ ഉളികുത്ത് കർമ്മം നടത്തിയത്. നമ്മൾ ആഗസ്റ്റ് മാസം 18-ാം തീയതി ഇത് നീറ്റിലിറക്ക് കർമ്മം നടത്തണമെന്നാണ് നമ്മൾ സമയം നോക്കിയപ്പോൾ അതിന് ലഭിച്ചത്. അതോടൊപ്പം തന്നെ നമുക്ക് 35 ലക്ഷം രൂപയോളം ചിലവായി. ഇപ്പോൾ നമ്മൾ നാട്ടുകാരുടെയും നമ്മുടെ ജലോത്സവ പ്രേമികളുടെയും എല്ലാം അകമഴിഞ്ഞ സഹായത്തോടെയാണ് നമ്മൾ ഈ വള്ളം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. പിന്നെ നാട്ടുകാരുടെ നല്ല രീതിയിലുള്ള കഠിനാധ്വാനം ഇതിനകത്തിലുണ്ട്. അതുപോലെ ചെറുപ്പക്കാരും നമ്മുടെ കൂടെ നിന്ന എല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കരയ്ക്ക് ഒരു അഭിമാനമായ ഈ വെള്ളംകുളങ്ങര ചുണ്ടൻ നീരണിയാൻ സാധിച്ചത്. അതും പ്രത്യേകിച്ച് അത് ഇനിയുള്ള നെഹ്റു ട്രോഫിയിൽ നല്ല രീതിയിൽ കളിക്കാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കിനി അടുത്ത ആളെ പരിചയപ്പെടാം. എൻ്റെ പേര് വിനോദ്. ഞാൻ ചുണ്ടൻവള്ളത്തിൻ്റെ സെക്രട്ടറിയാണ്. നമ്മുടെ വള്ളം ഏകദേശം പണി പൂർത്തിയായി. ഏതാണ്ട് ഓഗസ്റ്റ് 18-ാം തീയതി നീരണിയുന്നതിൻ്റെ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എല്ലാം എത്തിയിട്ടുണ്ട്. ഒപ്പം നമുക്ക് നെഹ്റു ട്രോഫി മുന്നിൽ കണ്ടാണ് നമ്മളിപ്പം ഈ സമയത്ത് തന്നെ നീരണിയുന്നതിനുള്ള കാര്യങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത്. നെഹ്റു ട്രോഫിക്ക് നമുക്ക് പുളിങ്കുന്ന് കായൽപ്പുറം ബോട്ട് ക്ലബ്ബ് നമ്മുടെ വള്ളം നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നു. അതിനു മുമ്പ് ഓഗസ്റ്റ് 24-ാം തീയതി കരിമാടിക്കുട്ടൻസ് ജലോത്സവത്തിൽ ലൂണ ബോട്ട് ക്ലബ്ബ് ലൂണ ബോട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നമ്മുടെ ചുണ്ടനിൽ തൊഴിലെറിയുന്നുണ്ട്. അങ്ങനെ 2 മത്സരം നിലവിൽ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ മത്സരം വള്ളം ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലുള്ള 2 മത്സരങ്ങൾ അതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥനയിൽ ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നതല്ല. ഇതെന്റെ അപ്പാപ്പയാണ്. വള്ളത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആണ്. പറയാനൊന്നുമില്ല. എല്ലാവരും എല്ലാ ജലോത്സവ പ്രേമികളും ആഗസ്റ്റ് മാസം 18-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 എത്തിച്ചേർന്നു. താങ്ക് യു. ഇത് നമ്മുടെ അപ്പാപ്പിയാണ്. വള്ളത്തിന്റെ ഷെയർ ഓണർ ആണ്. അപ്പോ അപ്പാപ്പി എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോളൂ. ഞങ്ങൾ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വള്ളത്തിന്റെ ഒരു നീറ്റിലിറക്ക് പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം വേണം. ഇപ്പൊ ഇതെന്റെ അപ്പാപ്പിയാണ്. വള്ളത്തിന്റെ ഷെയർ ഓണർ ആണ്. നാണായതുകൊണ്ടൊന്നും മിണ്ടത്തില്ല എന്ന് വിചാരിക്കില്ല. എല്ലാ അപ്പാപ്പിമാരും സംസാരിച്ചെങ്കിലും നാണം കൂടുതൽ സംസാരിക്കത്തില്ല. ഇതെന്റെ അപ്പാപ്പിയാണ്. അപ്പാപ്പിക്ക് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതെന്റെ വല്യച്ഛനും അപ്പൂപ്പനുമാണ്. അപ്പൊ ഇതും എന്റെ അപ്പാപ്പിയാണ്.
അപ്പോൾ ഇതെന്റെ വല്യമാമനാണ്, നമ്മുടെ വെള്ളംകുളങ്ങര ചുണ്ടന്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ നമ്മുടെ വല്യമാമനാണെങ്കിൽ മിസ്റ്റർ ആലപ്പി, അതുപോലെ തന്നെ മിസ്റ്റർ കേരളയുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വല്യമാമനെ പരിചയപ്പെടാം. എൻ്റെ പേര് മുരുകൻജി, വെള്ളംകുളങ്ങര. എൻ്റെ എല്ലാവരും വെള്ളം ചുണ്ടൻ, ആ വള്ളം കഴിഞ്ഞുള്ള എല്ലാം ഞങ്ങൾക്കിവിടെ തമ്പുരാട്ടിയും വന്ന് ഞാൻ വെള്ളംകുള അമ്മയും 2 മാതാവും ഉണ്ട്. പൊന്ന് വേലായനെ തെരുമ്പേറ്റുന്ന വെള്ളമാണ് ഇവിടെ ഇരിക്കുന്നത്. തമ്പുരാട്ടിക്ക് അന്നം കൊടുക്കുന്ന സ്ഥലമാണിത്. ഇക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് വെള്ളംകുള വെള്ളം ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷം പായിപ്പാട് ജലമേളയിലും മറ്റൊരു വള്ളങ്ങളിലും പങ്കെടുക്കാത്തൊരു വള്ളമാണിത്. ഈ പ്രാവശ്യം പുതുക്കി പണിത് ഈ കരയിലെ ക്ഷേത്രങ്ങളും കരയ്ക്ക് പുറത്തുള്ള ക്ഷേത്രങ്ങളുടെയും സഹായം കൊണ്ടാണ് ഈ വള്ളം പണിയുന്നത്. ഈ വള്ളത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജയകൃഷ്ണൻ കിളത്താണ്. ഈ വാർഡിൻ്റെ മെമ്പറാണ്. വള്ളത്തിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ശ്രീ ബിനുവാണ്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ എസ് ഗോപാലകൃഷ്ണനാണ്. വള്ളത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വിനോദാണ്. ജോയിൻറ്റ് സെക്രട്ടറി സനീഷാണ്. ഖജാൻജി സനീഷാണ്. അതുപോലെ കമ്മിറ്റി അംഗങ്ങളുള്ള തോമസ്, അയ്യപ്പൻ, അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ മുഖ്യ ശില്പി എന്ന് പറഞ്ഞ് ഈ വള്ളം ആദ്യം പണിതത് ശ്രീ ഉമാമഹേശ്വരൻ എന്ന വ്യക്തിയാണ്. ഈ വള്ളം 2013 പണിതിറക്കിയത് ജൂലൈ 18-ാം തീയതി. അതിനുശേഷം ഈ വള്ളം നിരവധി വള്ളങ്ങളിൽ പങ്കെടുത്തെങ്കിലും ട്രോഫികൾ നേടിയിട്ടുണ്ട്. എണ്ണയ്ക്കാട്ട് 2 പ്രാവശ്യം ട്രോഫി നേടി. അതുപോലെ പിന്നെ ടൂറിസം കളി ദേശീയ ഗെയിംസിൽ 1-ാം സ്ഥാനം നേടിയ വള്ളമാണിത്. ഇപ്പോൾ വള്ളം പുതുക്കി പണിതു. ശ്രീ സുരേഷ് മഹേശൻ ആശാരുടെ നേതൃത്വത്തിലാണ് ഈ വള്ളം പണിയുന്നത്. അതിന് മുഖ്യ കാർമ്മിത്വം വഹിക്കുന്ന സുരേഷാണ്. ഇരുമ്പുപണി ചെയ്യുന്നത് ശിവനാശാരിയാണ്. അതുപോലെ തന്നെ ബാക്കി കൊത്തുപണി ചെയ്യുന്നത് സോമൻചേട്ടനാണ്. സുനിലേട്ടനാണ് ബാക്കി പണികൾ ചെയ്യുന്നത്. സുനിയാശാരിയുണ്ട്, കുട്ടപ്പനുണ്ട്, കലവൂർ ചേട്ടനുണ്ട്, ഉണ്ണിച്ചേട്ടനുണ്ട്, ഉല്ലാസുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മാക്ക് ഒരുപാട് പണിക്കാർ ഈ 11 പേരാണ് ഈ വള്ളം പണിയുടെ ഇത്രയും ദിവസം ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പേര് കറക്റ്റായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല, പണി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഇപ്പോൾ അവസാന മിനുക്ക് പണിയിൽ ഷിബുവും അബു അതിന് വേണ്ടപ്പെട്ട ആൾക്കാരാണ് നേതൃത്വം നൽകുന്നത്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടേക്കുന്നത് ബഹുമാന്യ ചുണ്ടമ്പള സമിതി സെക്രട്ടറിയാണ്. പുറത്തുനിന്ന് ഒരുപാട് ഷെയർ നമുക്ക് ഈ നാടിന് വേണ്ടി തന്നിട്ടുണ്ട്. ഈ വള്ളം നീൽക്കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യായ വ്യവസായി രജി ചെറിയാൻ സാറാണ്. 2012 11-12 എന്നെ ക്യാപ്റ്റനാക്കിയത് ശ്രീ AK കുറുപ്പ് സാറാണ്. അദ്ദേഹത്തിനെ എന്നും ഞാൻ നമിക്കുകയാണ്. 2002 1988 വെള്ളംകുള പുത്തൻചുണ്ടൻ എന്ന് പറയുന്ന വെള്ളംകുള വള്ളം കുളങ്ങരമടത്തെ തിരുമേനി ഉൾപ്പെടെ ആൾക്കാർ കഷ്ടപ്പെട്ടാണ് വെള്ളം ഉണ്ടാക്കിയത്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചത്. ഈ വള്ളത്തിന് ആദ്യത്തെ പേര് നെപ്പോളിയൻ എന്നായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളംകുള കരയെത്തിയപ്പോൾ നാമകരണം ചെയ്ത് വെള്ളംകുള വള്ളം എന്നായി. അതിനുശേഷം വെള്ളംകുള കരക്കാർ താലോലിച്ച് വളർത്തിയ വള്ളമാണ് വെള്ളംകുളങ്ങര എന്ന പുത്തൻ ചുണ്ടൻ. ഇവിടെ സെക്രട്ടറിക്കോ പ്രസിഡന്റോ ഖജാൻജിയോ എന്നുള്ള വിഷയമല്ല, ഈ നാടിന് സ്വപ്നമാണ് അവർ സാക്ഷാത്കാരം ചെയ്യുന്നത്. ഈ വള്ളത്തിന് സ്ഥലം വാങ്ങി തന്ന ചാക്കോച്ചി എന്ന വ്യക്തിയെ മറക്കാനൊക്കത്തില്ല. ഈ സ്ഥലത്തിന് ഉടമസ്ഥന് ഗോപൻ സാറിൻ്റെ ഉടമസ്ഥയിലെ വസ്തുവാണ്. അദ്ദേഹം ചേട്ടനോടാണ് ഈ വള്ളം ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ചു തന്നത്. ഈ കര എന്ന് പറയുന്നൊരു കൊച്ചു കരയാണ്. ഒരു കൈ അടിച്ചാൽ അമ്പലമലൂടെ കേൾക്കുന്ന സ്ഥലമാണ്. കരുമാടി കുട്ടൻസ് എന്ന കളിയിൽ കരുമാടിക്കുട്ടൻ്റെ കളിയിലെ ലൂണ ബോട്ട് ക്ലബ്ബാണ് അവിടെ കളിക്കുന്നത്. അവിടെ വെള്ളംകുള വള്ളം 1-ാം സ്ഥാനത്ത് എത്തണമെന്നാണ് ക്യാപ്റ്റൻ ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ നാട്ടുകാർ ആഗ്രഹിക്കുന്നതും. അതുപോലെ വെള്ളംകുള വള്ളം കായൽപ്പുറം ബോട്ട് ക്ലബ്ബാണ് നെഹ്റു ട്രോഫി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇവരെല്ലാം ഉൾപ്പെടെ ഈ വള്ളം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ രജി ചിറിയാൻ രമതയാണ്. അതുവരെ എന്നെ സഹായിച്ച ശ്രീ ബിജുവേലിനെയും SS ബിജുവിനെയും അതുപോലെ ഷിജുവിനെയും എന്നെ ഈ വള്ളത്തിന് സംഭാവന നൽകിയ രജി ചിറിയാൻ ഉൾപ്പെടെ ഈ കരയിലെ മുഴുവൻ അംഗങ്ങളെയും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സവിനയം ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും വിജയാത്മക നിർത്തുന്നു. ഇപ്പൊ നമ്മുടെ 18-ാം തീയതിയാണ് നമ്മുടെ വെള്ളംകുളങ്ങര ചുണ്ടനാണ് നീറ്റിൽ ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോ അതിന്റെ വീഡിയോ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയുള്ള വീഡിയോ, ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.